എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പോൾ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല. കേരളം അതിന് അനുവദിക്കില്ല. ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാവും. ഈ കൊടും ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പോഴും CPM ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നു. ഒരു വളരെ പ്രായമുള്ള വയോധികനായ ഒരാൾ, 90 വയസ്സോളമുള്ള ഒരാളാണ്, ഒരു നിരപരാധിയായ മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത്. നിരവധി കുട്ടികൾ, നിരപരാധികളായ മനുഷ്യർ, പറമ്പിൽ കളിച്ചിരുന്ന കുട്ടികൾ, തൊഴിലുറപ്പിൽ പങ്കെടുത്ത സ്ത്രീകൾ, നിരവധി പേർ കൈകാലുകൾ നഷ്ടപ്പെട്ടു മുഖം വികൃതമായി നിൽക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ CPM ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ്. ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത്. ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി, ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ്, ഈ ബോംബ് ഇതിൻ്റെ ഭീതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ അമ്മയെ വിളിച്ച് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം. സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുകയാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. കാരണമല്ല, എന്തും ചെയ്യും. അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു കേരളം കണ്ട, കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരാണ് മെനു നിശ്ചയിക്കുന്നത്. ചൈനീസ് വേണോ, തണ്ടൂരി വേണോ, കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ. അവരാവശ്യപ്പെടുന്ന ഭക്ഷണം, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ. പാർട്ടി സംരക്ഷിക്കുകയാണ് അവരെ, അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ്. അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ, ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ. സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മെസ്സേജ്. പഴയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ലെന്നാണ് മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് തിരുത്താനല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM വഴുതി വീഴുകയാണ്. വീണ്ടും പാഠം പഠിച്ചില്ല. ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോകും, എല്ലാ വഴിയിലും പോകും, എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും. ജയിൽ മേധാവി പറയുന്നത് 10 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നേടാം. ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും അല്ല. ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത് ഇവരുടെയൊക്കെ ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി. ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കണം എന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം? ജയിൽ മേധാവിക്ക് ഹൈക്കോടതി വിധിയെ ലംഘിക്കാനുള്ള അധികാരം? മാത്രമല്ല, ഇത് പ്രിവിലേജ്ഡ് ക്രിമിനൽസാണ്. ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ്. അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എന്താ? ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു.
മലബാറിലെ 6 ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സീറ്റുകൾ ബാക്കിയാകും എന്നാണ് പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവുകയാണെങ്കിൽ എന്തിനാണ് 30% സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത്? സീറ്റ് ബാക്കിയാവുകയാണെങ്കിൽ 30% മാർജിൻ. ഇപ്പോൾ 40:1 ആണ്. ഒരു അധ്യാപകന് 40 കുട്ടികളാണ് വേണ്ടത്. ഇപ്പം തന്നെ ഓൾറെഡി 50 കുട്ടികളുണ്ട്. ഈ 30% കൂടി വർദ്ധിക്കുമ്പോൾ 65 മുതൽ 75 വരെ ഒരു കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട, സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ്. പിന്നെ അഡ്മിഷൻ കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? ഇപ്പോൾ പൊന്നാനി താലൂക്കിൽ ഉള്ള ഒരു കുട്ടിക്ക്, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയൊരു കാര്യമുണ്ടോ? എത്രയോ കിലോമീറ്റർ, 10, 50, 100 കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത്, താലൂക്ക് യൂണിറ്റ് ആക്കണം. താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം. ഒരു 10 കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? 100 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും? അപ്പോൾ എന്താ വെക്കണം? പഠിക്കണ്ടെന്ന് തീരുമാനിക്കും. ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 17,000 സീറ്റ് ബാക്കി വന്നു. അപ്പോൾ ഇവർ പറയും ബാക്കി വന്നാണെന്ന്. ബാക്കി വന്നല്ല, കുട്ടികൾ ചേരാഞ്ഞിട്ടാണ്. കുട്ടികൾ എങ്ങനെ പോവും? ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് പറവൂരുള്ള ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നതെങ്കിലോ +1 പോകാൻ പറ്റുമോ? സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പോൾ താലൂക്ക് വൈസ്, യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും. ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടു കൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിൻ്റെ എണ്ണം, പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത്, അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ സമര ഈ രംഗത്തുണ്ടാവും. തെറ്റായ വിവരമാണ്. തെറ്റാണ്. പിന്നെ വെറുതെ ആളുകൾ സമരം ചെയ്യും, കുട്ടികൾ കരയും, കുട്ടികൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഈ സീറ്റുകൾ യാതൊരുവിധ ഇതുമില്ല. ഉറപ്പായിട്ട് പങ്കെടുക്കും. കാരണം ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ, ആ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ഒരു കാരണവശാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജയിൽ മേധാവിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയായിരുന്നു. കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെ ഇളവ് നൽകാനാകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കോടതി നിർദ്ദേശമുണ്ട് നൽകരുത് എന്ന്. ഈ പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിച്ചിരുന്നു. പിന്നെ എങ്ങനെ ശിക്ഷാ ഇളവ് നൽകാനാകുമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഒപ്പം +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ്.